ഇൻസൈറ്റ് ഓഫ് ടാരോട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്നൊരു റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ് എടുക്കുന്നത്. നിങ്ങളുടെ എനർജിയാണ് ഇന്ന് കൂടുതലും നോക്കുന്നത്. അതിനുശേഷം പിന്നെ നിങ്ങളുടെ വ്യക്തിയുടെ അവസ്ഥ എന്താണ്, അല്ലെങ്കിൽ നിങ്ങൾ ഈ അത് കഴിഞ്ഞതിന് ശേഷമുള്ള അവസ്ഥ, അതായത് നിങ്ങളുടെ ആ ട്രോമ പീരീഡിൽ നിന്നുള്ള അവസ്ഥ, ഇതൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. നമുക്ക് റീഡിംഗ് കേൾക്കാം. അതുപോലെ തന്നെ ഇത് ജനറൽ റീഡിംഗ് ആണ്. എല്ലാവർക്കും റെസിഡൻ്റ് ആവില്ല, റെസിഡൻ്റ് ആവുന്നവരെടുക്കണം, അല്ലാത്തവർ വിട്ടേക്കണം. അതുപോലെ തന്നെ ഇത് മെയിൽ ഓർ ഫീമെയിൽ എല്ലാവർക്കും കാണാം. ടൈംലെസ് ആണ്. നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, അതുപോലെ തന്നെ ഷെയർ ഹൈപ്പ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്യണം. പിന്നെ നമ്മളുടെ എല്ലാ നോട്ടിഫിക്കേഷനും കിട്ടാൻ വേണ്ടി ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ ഓപ്ഷൻ കൂടി ഇട്ട് വയ്ക്കണം. അപ്പോൾ എല്ലാം കിട്ടുന്നതാണ് പെട്ടെന്ന് തന്നെ. ഓക്കെ, നമുക്ക് റീഡിങ്ങിലേക്ക് കിടക്കാം. നമുക്ക് നിങ്ങളുടെ എനർജിയാണ് നോക്കുന്നത്. നിങ്ങളുടെ എനർജി ഇപ്പോൾ നിങ്ങൾ വളരെയധികം ഒരു കെട്ടപ്പെട്ട നിലയിൽ കിടക്കുന്നു എന്നാണ്. കെട്ടപ്പെട്ട നിലയിൽ കിടക്കുന്നതെന്നൊക്കെ പറയുമ്പോൾ ഒരു മാനസിക സംഘർഷങ്ങളിൽ, അതായത് ഇല്യൂഷനിൽ നമ്മളെ സ്വയം ജയിൽ തീർത്ത് അതിനകത്ത് കിടക്കുന്നു. ചിന്തകൾ നിങ്ങളെ വേട്ടയാടുന്നു. അതായത് നിങ്ങളിങ്ങനെ പിന്നെ ഇനി എനിക്ക് ഒന്നും ചെയ്യാനില്ല, എനിക്കെല്ലാം നഷ്ടപ്പെട്ടു പോയി, എല്ലാം നഷ്ടപ്പെട്ടു പോയ ഒരു വ്യക്തിയുടെ ആത്മരോദനമാണ് ഇവിടെ കാണുന്നത്. ആ ഒരു അവസ്ഥയിൽ നിങ്ങൾ ജീവിക്കുന്നു, അല്ലെങ്കിൽ ജീവിച്ചിരുന്നു, രണ്ടും പറയാം. ഇപ്പോഴത്തെ കറണ്ട് എനർജി എന്ന് പറയുന്നതാണിത്. അപ്പോൾ കറണ്ട് എനർജി ഈ രീതിയിലാണ് എന്നാണ് കാണിക്കുന്നത് കേട്ടോ. ഓക്കെ, കാരണം 8 ഓഫ് കപ്സ് ആണ് ഇവിടെ. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ വിട്ടുപോയി എന്നുള്ളതാണ് കാരണം. വിട്ടുപോയി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ബന്ധത്തിൽ നിന്ന് പോയിരിക്കുന്നു. അത് നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായിരിക്കുന്നു. അതിൻ്റെ ഒരു ലോസ് ഫീലിംഗ് ആണ് നിങ്ങൾക്കുള്ളത്. ആ ലോസ് ഫീലിംഗ് മാത്രമല്ല, ഈ വ്യക്തി പോയതിൻ്റെ വിഷമം കൂടിയാണ്. കാരണം വെച്ചാൽ നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല ഇങ്ങനെ ഈ ഒരു സംഭവം ഇവിടെ ഉണ്ടാവും എന്ന് നിങ്ങൾ പ്രതീക്ഷിച്ചില്ല എന്നാണ്. ഫോർ ഓഫ് സോർഡ്സ് ഇവിടെ വളരെ സൈലൻ്റ് ആയിട്ടിരിക്കുന്നു. നിങ്ങൾ സൈലൻ്റ് ആയിട്ടിരിക്കുക എന്ന് പറഞ്ഞാൽ മെഡിറ്റേഷൻ ഒക്കെ ചെയ്ത് മാനിഫെസ്റ്റ് ചെയ്ത് പോയ കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത്, നേരത്തെ പറഞ്ഞു നമ്മളൊരു പ്രിസണിൽ കിടക്കുന്നവർ, ജയിലിൽ കിടക്കുന്ന മാതിരി ഒരു കെട്ടപ്പെട്ട നിലയിലാണ്. അതിൽ നിന്ന് വലിയ മാറ്റമൊന്നുമില്ലാതെ എപ്പോഴും നമ്മളിങ്ങനെ ചുരുണ്ടുകൂടി ഒരു പിന്നെ കട്ടിലിൽ ഇങ്ങനെ കിടക്കുക എന്നുള്ള ഒരവസ്ഥ, ആ അവസ്ഥയിൽ തന്നെയാണ്. പക്ഷെ നിങ്ങൾ പലതും ചിന്തിക്കുന്നുണ്ട്, പലതും നിങ്ങൾ മനസ്സിലാക്കി എടുക്കുന്നുണ്ട്, നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്, മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ട് എന്നൊക്കെ നമുക്കിതിനകത്ത് കാണാം. ഓക്കെ, ഇവിടെ ഒരു ഡബിൾ എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ വ്യക്തിയുടെ പോക്കിന് പുറകിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ഈ അവസ്ഥയ്ക്ക് പുറകിൽ ഒരു ഡബിൾ എനർജി ഉണ്ട് എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഡബിൾ എനർജി അത്ര നല്ല ഒരു എനർജി അല്ല എന്നെല്ലാവർക്കും അറിയാം. അതൊരു നെഗറ്റീവ് പാറ്റേൺ ആണ്. അപ്പോൾ അതിവിടെ സംഭവിച്ചിട്ടുണ്ട് എന്ന് കാണിക്കുന്നുണ്ട്. നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടിരിക്കുന്നു നിങ്ങളുടെ ബന്ധത്തെ പിടിച്ചു നിർത്തുവാൻ എന്നും കാണിക്കുന്നു. നിങ്ങളുടെ ബന്ധത്തെ ഒന്ന് ഒരു നല്ല രീതിയിൽ, അത് നല്ല രീതിയിൽ എന്ന് പറയുമ്പം നമുക്ക് അനുകൂലമായ രീതിയിൽ കൊണ്ടുവരുവാൻ വേണ്ടി നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടിരിക്കുന്നു എന്നാണ് നമുക്കിവിടെ കാർഡ് കിട്ടിയിരിക്കുന്നത്. എന്നാൽ അടുത്ത കാര്യം എന്താണെന്ന് നോക്കാം നമുക്ക്. അതിനുവേണ്ടി നിങ്ങൾ ഒരുപാട് അധ്വാനിച്ചിരിക്കുന്നു എന്നുകൂടി കാണിക്കുന്നുണ്ട്. ഒരുപാട് അധ്വാനിച്ചിരിക്കുന്നു, ആ ഒരു കാര്യത്തിന് വേണ്ടി നിങ്ങൾ ഒരുപാട് അധ്വാനിച്ചിട്ടുണ്ട്. ഓക്കെ, അവിടെ 7 ഓഫ് പെന്റക്കിൾസും അത് തന്നെയാണ് കാണിക്കുന്നത്. അതായത് അധ്വാനിച്ചതിൻ്റെ ഫലം എപ്പോൾ കിട്ടും എന്നോർത്ത് അതിന് എന്തെങ്കിലും ഒരു മാറ്റം വരുമോ, അല്ലെങ്കിൽ ഈ ഒരു അവസ്ഥയിൽ ഇപ്പം നിങ്ങളുടെ വ്യക്തി വിട്ടുപോയി എന്ന് പറഞ്ഞു, ആ ഒരു മാറ്റത്തിൽ, അല്ലെങ്കിൽ ആ ഒരു അവസ്ഥയിൽ നിന്ന് എന്തെങ്കിലും എനിക്കൊരു മാറ്റം വരുമോ എന്ന ഒരു അവസ്ഥ കൂടി നമ്മൾ ഈ കാർഡ് കൊണ്ട് സൂചിപ്പിക്കേണ്ടതുണ്ട്. ഓക്കെ, ശരിക്കും പറഞ്ഞാൽ ഈ കാർഡ് ഇവിടെയാണ് നിൽക്കുന്നത്. അപ്പോൾ ശരിക്കും നിങ്ങൾ ഇതിന് വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്, ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നു. ആദ്യകാലങ്ങളിൽ ഈ ബന്ധത്തെ പിടിച്ചു നിർത്തുവാൻ വേണ്ടി നിങ്ങൾ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിരിക്കുന്നു. അതിൻ്റെ ഫലവും നിങ്ങൾ കാത്ത് ഇരുന്നു എന്നാണ് കാണിക്കുന്നത്. എന്നിട്ട് അതിന് ഫലമുണ്ടായോ എന്ന് ചോദിച്ചാൽ നമുക്ക് കാർഡ്സ് നോക്കട്ടെ. അപ്പോൾ ഓക്കെ, ദ ഹെറോഫൻറ്റ് ആണ് വന്നിരിക്കുന്നത്. എന്താണ് ഹെറോഫൻറ്റ്? ഇവിടെ നിങ്ങൾക്ക് ഫലം ലഭിച്ചില്ല എന്നാണ് ഞാൻ ഇതിനകത്ത് കാണുന്നത്. ഫലം ലഭിച്ചില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് യാതൊരു റെസ്പോൺസും കിട്ടിയിട്ടില്ല എന്നാണ്.
അവിടെ ഒരു പക്ഷേ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷനാണ്. കാരണം എന്താ വെച്ചാൽ നിങ്ങൾക്ക് ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ഇതൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ അവിടെ നിന്ന് നിങ്ങൾ എഴുന്നേറ്റു എന്നുള്ളതാണ്. അതായത് ഈ ഒരു ആദ്യത്തെ കാർഡ് 8 ഓഫ് സോർട്സിൽ നിന്ന് നമ്മൾ മൂന്നാമത്തെ 4 ഓഫ് സോർട്സിൻ്റെ അവസ്ഥയിൽ നിന്ന് വീണ്ടും നിങ്ങൾ ഉയർത്തെഴുന്നേറ്റു എന്നാണ്. ദ ഹെറോഫൻറ്റ് എന്ന് പറയുമ്പോൾ ആത്മീയ സ്പിരിച്വലായിട്ട് ഒരു അവേക്കനിങ് നിങ്ങൾക്ക് വന്നു എന്നാണ്. അല്ലെങ്കിൽ ആ ഒരു ചിന്തകൾ നിങ്ങളെ ഈശ്വരൻ്റെ അടുത്തേക്ക് എത്തിച്ചിരിക്കുന്നു. അല്ലെങ്കിൽ ഈ വേദനയിൽ നിന്ന് മുക്തി നേടാൻ എന്താ ചെയ്യേണ്ടതെന്നറിയാതെ വിഷമിക്കുന്ന നിങ്ങൾക്ക് ഈ കാര്യത്തിന് വേണ്ടി ഈശ്വരനെ നിങ്ങൾ വളരെയധികം മുറുകെ പിടിച്ചിരിക്കുന്നു. അല്ലെങ്കിൽ ആ രീതിയിൽ നിങ്ങൾക്ക് പോകാൻ കഴിഞ്ഞു. അതിൻ്റെ ഒരു ഫലമുണ്ടായി എന്നും കാണിക്കുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ ഈ കാർഡ് കണ്ടാലറിയാം, നമുക്ക് ഒരു വെളിച്ചം നമ്മുടെ ഹൃദയത്തിലേക്ക്, നമ്മൾ വളരെയധികം പ്രാർത്ഥനയുടെ ഫലമാണ് നമുക്ക് കിട്ടിയത്. നമുക്കൊരു വെളിച്ചം നമ്മളുടെ ഉള്ളിലേക്ക് അത് ലഭിച്ചു എന്നാണ് നിങ്ങൾക്ക് വന്നിരിക്കുന്നത്. അവിടെ നിന്ന് നിങ്ങൾ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്നാണ് ക്യൂൺ ഓഫ് സോർട്സ്. അപ്പം നിങ്ങളുടെ ഒരു പാസ്റ്റിൽ ഇത്തരം കാര്യങ്ങൾ ഇപ്പോഴെന്ന് പറഞ്ഞാൽ കറണ്ട് സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് പാസ്റ്റിൽ ഇങ്ങനെ വന്നിരുന്നു. ആ വന്നിരുന്ന കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾ ഈ ഒരു അവസ്ഥയിലേക്ക്, അതായത് ഒരു സ്പിരിച്വൽ അവേക്കനിങ്ങിലേക്ക് വന്നിട്ട് ഇപ്പോൾ നിങ്ങൾ ഒരു ക്യൂൻ ഓഫ് സോർട്സിൻ്റെ ആ ഒരു അവസ്ഥയിൽ എത്തിയിരിക്കുന്നു എന്നാണ്. ക്യൂൻ ഓഫ് സോർട്സ് എന്നിവിടെ പറയുന്നത് ഒരു വളരെ ബോൾഡായിട്ടുള്ള, വളരെ എന്താ പറയുക, ശക്തിശാലിയായി തിരിച്ചു വരിക എന്നൊക്കെ പറയുമല്ലോ. നമ്മൾ വല്ലാതെ വിഷമിച്ചിരുന്ന ആ ഒരു അവസ്ഥയിൽ നിന്ന്, അല്ലെങ്കിൽ നമ്മളെ പെടുത്തിയ ആ അവസ്ഥയിൽ നിന്ന്, കാരണം ഇവിടെ ഡബിൾ എനർജി വന്നിട്ടുണ്ട്. ഇതിലാരോ ഉള്ളിൽ കളിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് കാണിക്കുന്നത്. അതായത് ഒരു ഡബിൾ എനർജി അവിടെ വരണമെങ്കിൽ അതാരോ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ അത് നിങ്ങൾക്ക് ബാധിച്ചിട്ടുണ്ട്. അവിടെ നിന്ന് ഈശ്വരവിശ്വാസത്തിൻ്റെ ആ ഒരു ബലത്തിൽ ആണ് നിങ്ങൾ ഇന്ന് ഇങ്ങനെ ഒരു ബോൾഡായിട്ട് നിൽക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞത്. കാരണം ഈ ഡബിൾ എനർജി എന്നൊക്കെ പറയുമ്പോഴും നമുക്ക് ഒരു പരിധിവരെ നമുക്കത് നമ്മൾ വന്ന് നിൽക്കും. അതിന് ശേഷം അതിൻ്റെ ഒരു പീരീഡ് കഴിഞ്ഞാൽ അത് പിന്നെ പതിയെ മാറിപ്പോകും എന്നാണ്. അപ്പോൾ ഇവിടെ ഒരു ജസ്റ്റിസ് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനൊരു ജസ്റ്റിസ് വരും എന്ന് തന്നെയാണ്. അപ്പോൾ ഇത്രയും ഈ ട്രോമയിലൂടെയാണ് നിങ്ങൾ പോയത്. ആദ്യത്തെ കാർഡ് മുതലേ നമുക്ക് നോക്കാം. സർവ്വതും ട്രോമയിലൂടെ പോയി. അവിടെ നിന്ന് നിങ്ങളുടെ ഒരു സെൽഫ് ലവ്, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ഇൻഡിപെൻഡൻസ് ആയിട്ട് നിങ്ങൾ ചിന്തിക്കാൻ തുടങ്ങി. നിങ്ങൾ ഇതിൽ നിന്ന് കരകയറണമെന്ന് ആഗ്രഹിച്ചു. നിങ്ങളുടെ ആ ഇൻഡ്യൂഷൻ അല്ലെങ്കിൽ ഇൻഡ്യൂട്ടീവ് പവർ മൂലമാണ് നിങ്ങൾക്കിന്ന് ഈ ബോൾഡിനെസ് കിട്ടാൻ കാരണം എന്നാണ് കാണിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ അത്യാവശ്യം തിരക്കേടില്ലാത്ത ഒരു 8 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ കാർഡാണ്. അപ്പോൾ അത്യാവശ്യം തിരക്കേടില്ലാത്ത ഒരു നിങ്ങളുടെ കരിയറായിട്ട് ബന്ധപ്പെട്ടിട്ടാണെങ്കിലും ശരി, നിങ്ങളുടെ ലൈഫിലെ എന്ത് ട്രോമയാണെങ്കിലും ശരി, അതെല്ലാം ഉള്ളിലുണ്ട് ഇപ്പോഴും. ആ വേദനയൊന്നും അങ്ങനെ പെട്ടെന്ന് പോകുകയൊന്നുമില്ല. എങ്കിലും നിങ്ങളുടെ കരിയർ, ഫിനാൻസ്, ആ വിഷയങ്ങളിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൻ്റെ പുതിയ ഒരു പാറ്റേൺ നിങ്ങളിവിടെ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നു എന്നാണ്. അപ്പോൾ അവിടെ നിങ്ങൾ നിങ്ങളുടേതായ ചില കാര്യങ്ങൾ വളരെ ഡെവലപ്പ് ചെയ്ത് അതിനകത്തേക്ക് നിങ്ങൾ സക്സസ് കൊണ്ടുവരുന്നു നിങ്ങൾക്കെന്നാണ്. അതായത് അംഗീകാരം, സക്സസ് കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു എന്നാണ്. ഓക്കെ, അപ്പോൾ ഈ കാർഡ് 6 ഓഫ് വൈൻസ് നല്ലൊരു കാർഡാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുള്ള നമ്മൾ ആദ്യത്തെ കാർഡൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാം, അതിൽ നിന്നെല്ലാം മാറ്റി മറിച്ചുകൊണ്ടാണ് നമുക്ക് ഈ വിജയം വന്നിരിക്കുന്നത്. നിങ്ങളുടെ ഇൻഡ്യൂട്ടീവ് പവർ വളരെ വർദ്ധിച്ചിരിക്കുന്നു ഇപ്പോൾ എന്നുള്ളതാണ്. വളരെ ഇൻഡ്യൂട്ടീവ് പവറൊക്കെ വളരെ വർദ്ധിച്ചിട്ട് നിങ്ങളൊരു ആത്മവിശ്വാസത്തോടു കൂടി ഒരു പുതിയ പ്രോജക്റ്റുകൾ, പുതിയ കാര്യങ്ങൾ, പുതിയ ചിന്തകൾ, അതിൻ്റെ സ്പിരിച്വൽ ലൈഫിലേക്കുള്ള ആ ഒരു കുതിച്ചുചാട്ടം, ഇതൊക്കെ ഇവിടെ നടന്നിരിക്കുന്നു എന്നാണ്. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ചില ബന്ധങ്ങൾ നമുക്കെപ്പോഴും നമ്മളെ ഒരു പാഠം പഠിപ്പിക്കാൻ വന്നതായിരിക്കും. ആ പാഠം നമ്മൾ ഉൾക്കൊണ്ട് കഴിയുമ്പോൾ നമുക്ക് ഈ ഒരു ചേഞ്ചാണ് വരുന്നത്. അതായത് ഒരു സ്പിരിച്വൽ അവൈക്കനിങ്ങിലേക്കുള്ള ആ ഒരു യാത്ര നമുക്കിവിടെ തുടങ്ങുകയാണ്. പേജ് ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുന്നുണ്ട്. പേജ് ഓഫ് പെൻറ്റക്കിൾസ് വളരെയധികം ധനം, അതായത് ഇപ്പോൾ നിങ്ങളൊരു കൊച്ചുകുട്ടി എന്ന് പറയുമ്പോൾ ഒരു യുവാവിൻ്റെ അല്ലെങ്കിൽ ഒരു യുവതിയുടെ യൂത്ത്, ആ രീതിയിലുള്ള ചിന്താഗതികളും ധനസമ്പാദനങ്ങളും എല്ലാ കാര്യങ്ങളും നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ നേടിയെടുക്കുന്നു എന്നുകൂടി നമുക്ക് ഈ കാർഡ് ഇവിടെ കാണിക്കുന്നുണ്ട്. ഇതിനൊക്കെ ഒരു മാറ്റം വന്നു അല്ലെങ്കിൽ വരും എന്നാണ്. മാറ്റം വരിക എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഈ പ്രോസ്പെറസ് ആയിട്ടുള്ള ലൈഫിന് മാറ്റം വരുമെന്നല്ല,
നിങ്ങളുടെ ലൈഫിൽ ട്രോമ കൊണ്ട് തന്ന ആ വ്യക്തിക്ക് ഒരു മാറ്റം വരാൻ പോകുന്നു എന്നാണ്, ഒരു ചേഞ്ച്, ട്രാൻസ്ഫോർമേഷൻ വരാൻ പോകുന്നു. കാരണം ചില ഉൾവിളികളാണ്, ചില ചിന്തകളാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ 10 ഫ്ലെയിംസ് ആണെന്ന് കാണിക്കുന്നു. 10 ഫ്ലെയിംസ് എന്ന് പറയുമ്പോൾ കുറച്ചൊരു നൊമ്പരം ഉള്ള അതാണ് ആദ്യത്തെ കാർഡുകളൊക്കെ ആ രീതിയിൽ വന്നത്. ഇവിടെ 10 ഫ്ലെയിം, അത് ഡീപ്പ് ലവ് ആയിരുന്നു. ഇവിടെ ദ ലവേഴ്സ് കാർഡാണ്, ഡീപ്പ് ലവ് ആണ്. ഡീപ്പ് ലവ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പാഷനോട് കൂടി തന്നെ ഉള്ള, കാരണം വെച്ചാൽ നിങ്ങൾ ഭയങ്കര അട്രാക്റ്റീവ് ആയിരിക്കണം. ഈ വ്യക്തിക്ക് നിങ്ങളെ സ്വന്തമാക്കണമെന്ന് വളരെയധികം മോഹം ഉണ്ടായിരുന്നു. എന്നാൽ 10 ഫ്ലെയിം എനർജി എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ നമുക്ക് ഫിസിക്കലായിട്ട് നമുക്കൊരു പക്ഷേ ഒരുമിക്കാൻ കഴിഞ്ഞു എന്ന് വരില്ല. അത് നമ്മൾ എടുത്തു പറയുകയാണ്. എല്ലാവർക്കും അത് കഴിഞ്ഞു എന്ന് വരില്ല, എല്ലാവർക്കും ഒരുപോലെ അല്ല കേട്ടോ എനർജി വരുന്നത്. കാരണം വെച്ചാൽ 10 ഫ്ലെയിം തന്നെ മാരീഡ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവാം. പക്ഷേ ഏറിയ പങ്കും അവർക്ക് സ്പിരിച്വൽ ആ ഒരു ലൈഫിലേക്കാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ സോൾസ് തമ്മിലുള്ള ആ ഒരു കോൺട്രാക്റ്റിൻ്റെ ബലമായിട്ടാണ് ഈ ഭൂമിയിൽ ജനിക്കുന്നത് എങ്കിൽ, അങ്ങനെയാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ചിലർക്ക് അത് ഫിസിക്കൽ റിലേഷൻ നടക്കില്ല, ചിലർക്ക് പിന്നെ ശരിക്കും നമ്മുടെ സോൾസ് തമ്മിലുള്ള ആ ഒരു കൂടിക്കാഴ്ച, അന്ന് അതിനെ പറയുക റീജോയിനിങ്, അതാണ് സംഭവിക്കുക. ഓക്കെ, ഇവിടെ ഏസ് ഓഫ് സോർട്സ് വന്നിട്ടുണ്ട്. ഇവിടെയും അത് തന്നെയാണ്. നിങ്ങൾ വളരെയധികം മാറിപ്പോയിരിക്കുന്നു. വളരെയധികം മാറിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളെ പിടിച്ചാൽ കിട്ടാത്ത മാതിരി ആയിരിക്കുന്നു ഇപ്പോൾ. പിടിച്ചാൽ കിട്ടാത്ത മാതിരി എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മളെ ആർക്കും തോൽപ്പിക്കുവാൻ ഇനി കഴിയില്ല എന്ന ആ ഒരു ഉറച്ച വിശ്വാസം, അല്ലെങ്കിൽ ഞാൻ എന്താണോ എൻ്റെ യാഥാർത്ഥ്യം, അല്ലെങ്കിൽ ഞാൻ എന്താണോ ചെയ്യേണ്ടത്, എൻ്റെ കർത്തവ്യം എന്താണ്, നമ്മളെപ്പോഴും പറയും സോൾ പർപ്പസ് എന്ന് പറയും. അതെന്താണോ അതിന് വേണ്ടിയിട്ട് ഇന്നെല്ലാം വരുന്നത് തന്നെയാണ്. സോൾ പർപ്പസും അതിൻ്റെ ജേണിയും ഒക്കെയാണ് വരുന്നത്. അപ്പോൾ അതിനു വേണ്ടി നിങ്ങൾ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. നിങ്ങൾ പ്രപഞ്ചം തരുന്ന ഏത് കാര്യവും സ്വീകരിക്കാൻ റെഡിയായിരിക്കുന്നു നിങ്ങളിപ്പോൾ. എല്ലാ കാര്യങ്ങളും നമ്മൾക്ക് കയ്യിൽ കിട്ടില്ല. ചില സന്ദർഭങ്ങളിൽ ഡിവൈൻ ടൈമുണ്ട്. ആ ടൈമിൽ നമ്മളെ വിളിക്കും. ആ വിളിക്കുന്ന സമയത്ത് നീ പിടി, ഇത് ചെയ്യാൻ നീ ഇതിന് തയ്യാറാണോ എന്നുള്ള ഒരു ചോദ്യം നമ്മളിലേക്ക് വരുമ്പോൾ നമ്മളതിന് തയ്യാറാകുക എന്നുള്ളതാണ്. അതിന് തയ്യാറായി നിൽക്കുന്നു നിങ്ങളിപ്പോൾ എന്നാണ്. അപ്പോൾ ഈ ഒരു തയ്യാറെടുപ്പിന് വേണ്ടിയായിരുന്നു നിങ്ങളുടെ ഈ ഒരു യാത്ര എന്നാണ് കാണിക്കുന്നത്. നിങ്ങൾക്ക് ഈ ഒരു ബന്ധം മൂലം ഇതുമാതിരിയുള്ള ട്രോമ അനുഭവിച്ചിട്ട് അതിൽ നിന്ന് നിങ്ങൾ കയറി ഈ ഒരു അവസ്ഥയിൽ വന്നിരിക്കുന്നത് അതിനുവേണ്ടി തന്നെയാണ് എന്നിവിടെ വീണ്ടും എടുത്തു കാണിക്കുന്നുണ്ട്. എന്നാൽ 9 ഓഫ് കപ്സ് നിങ്ങൾക്ക് വരുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് സ്നേഹം, വെൽത്ത്, നിങ്ങളുടെ ഹെൽത്ത്, ഇതെല്ലാം തന്നെ നിങ്ങൾക്ക് ലഭിക്കുമെന്നാണ്. ഈ 9 ഓഫ് കപ്സ് വരുമ്പോഴത്തേന് അവിടെ നമുക്ക് ഒരുപാട് സ്നേഹം ലഭിക്കുന്നു എന്നാണ്. നിങ്ങളിൽ നിന്ന് അകന്നുപോയ ആളുകളെല്ലാം നിങ്ങളിലേക്ക് അട്രാക്റ്റ് ചെയ്ത് വരുമെന്നാണ്. അപ്പോൾ എല്ലാ ആളുകളും അട്രാക്റ്റ് ചെയ്ത് നിങ്ങളിലേക്ക് വരും. നിങ്ങളിൽ നിന്ന് ആരൊക്കെയാണോ പിരിഞ്ഞു പോയത്, അല്ലെങ്കിൽ നിങ്ങളെ വിഷമിപ്പിച്ചുകൊണ്ട് പിരിഞ്ഞു പോയിരിക്കുന്ന അല്ലെങ്കിൽ കടന്നു പോയിരിക്കുന്ന വ്യക്തികളെല്ലാം തന്നെ നിങ്ങളിലേക്ക് കടന്നു വരാൻ പോകുന്നു ഈ അവസരത്തിൽ എന്നാണ്. കാരണം അത് ഡിവൈൻ്റെ ഒരു തീരുമാനമാണ്. നമുക്ക് കുറേയേറെ നൊമ്പരങ്ങളും വേദനകളും തന്നതിന് ശേഷം നമുക്ക് തിരിച്ചു തരുമ്പോൾ അതെല്ലാം കൂടി ഒരുമിച്ചാണ് തരുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ എല്ലാ ആളുകളുടെയും കാര്യം നമുക്ക് ഇതിനകത്ത് കിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞു. ചിലർക്കെങ്കിലും ഇത് റെസനേറ്റ് ആകും. അപ്പം സ്നേഹം എല്ലാം നിങ്ങൾക്ക് തിരിച്ചു കിട്ടും എന്നാണ് ഇവിടെ പറയുന്നത്. ഇവിടെ 3 ഓഫ് കപ്സിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. 3 ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ വളരെ ഫ്രണ്ട്ലി ആയിട്ട്, വളരെയധികം സന്തോഷത്തോടു കൂടി, സ്നേഹത്തോടു കൂടി ഇങ്ങനെ ജീവിക്കാൻ നിങ്ങൾക്ക് കഴിയും എന്നൊക്കെയാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെയും അത് തന്നെയാണ്. 9 ഓഫ് കപ്സ് ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്, ലാസ്റ്റ് കാർഡ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ 9 ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ അത് നിങ്ങൾക്ക് എല്ലാ അബണ്ടൻസും വരുമെന്നാണ്. അപ്പോൾ നമുക്ക് ആ പിക്ചറിൽ നോക്കിയാൽ തന്നെ അറിയാം അല്ലേ, അതിനകത്ത് കുറച്ച് ഗോൾഡ് കാര്യങ്ങൾ, പിന്നെ ഡയമണ്ട്സ്, അത്തരം കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. ഇതെല്ലാം വന്ന് വീഴുകയാണ്. അപ്പോൾ ഇതെല്ലാം നിങ്ങളിലേക്ക് വരുമെന്നാണ്. അപ്പോൾ നിങ്ങളിലേക്ക് സർവ്വ പ്രോസ്പെരിറ്റിയും വരുന്നു എന്നാണ്. അപ്പോൾ പിന്നെ നിങ്ങളിൽ നിന്ന് പിരിഞ്ഞു പോയ ആളുകളൊക്കെ നിങ്ങളിലേക്ക് കടന്നു വരും എന്നാണ് പറയുന്നത്. അതാണ് ജസ്റ്റിസ് ഇവിടെ. അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ. താങ്ക് യു യൂണിവേഴ്സ്.